ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യ ചരിത്രമെഴുതുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ 60കളുടെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വിക്രം സാരാഭായി ആയിരുന്നു അന്ന് ISROയുടെ തലപ്പത്ത്. അദ്ദേഹവും സംഘവും തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ആലോചനകൾ തുടങ്ങി. പക്ഷേ ഇന്ത്യക്കെന്ന് റോക്കറ്റ് ടെക്നോളജിയിലേക്ക് കടക്കാൻ വളരെ പരിമിതമായ വിഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ബജറ്റില്ല, അത്യാധുനികമായ സൗകര്യങ്ങളില്ല, വലിയ ശാസ്ത്രീയ വളർച്ച നമ്മൾ നേടിയിട്ടില്ല. 1963 നാസ നൽകിയ 715 കിലോഗ്രാം ഭാരമുള്ള ഒരു നൈക്കി അപ്പാച്ചി റോക്കറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. വിക്രം സാരാഭായിയുടെ കൂടെയുള്ള ശാസ്ത്രജ്ഞന്മാർ വലിയ സംശയത്തിലായി. ഇത്രയും ഭാരമുള്ളൊരു റോക്കറ്റ് എങ്ങനെ തുമ്പയിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിക്ഷേപണ തറയിൽ എത്തിക്കും? അതിനുള്ള പ്രത്യേക വാഹനം നമുക്ക് വേണ്ടേ? അതെന്ത് ചെയ്യും? അവരിത് വിക്രം സാരാഭായിയോട് ചോദിച്ചു. സാരാഭായി പറഞ്ഞ മറുപടി അവരെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് അതിന് പറ്റിയ നല്ല വാഹനങ്ങളുണ്ടെന്നേ, സൈക്കിളും കാളവണ്ടിയും തന്നെ ധാരാളം. ശാസ്ത്രജ്ഞന്മാർക്ക് തെല്ല അത്ഭുതം, അത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിക്രം സാരാഭായി പറഞ്ഞു, നമ്മൾ ഈ റോക്കറ്റ് ചെറിയ ചെറിയ പീസാക്കും, എന്നിട്ട് സൈക്കിളിൽ നമ്മൾ വിക്ഷേപണ തറയിലേക്ക് അത് കൊണ്ടുപോകും. എങ്ങനെയുണ്ട് ഐഡിയ? തുടർന്ന് ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും ഒക്കെ ചേർന്ന് റോക്കറ്റിൻ്റെ പീസാക്കിയ ഓരോ ഭാഗവും സൈക്കിളിലും കാളവണ്ടിയിലുമായി തുമ്പയിലെ വിക്ഷേപണ തറയിൽ എത്തിച്ചു. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വലിയ ബജറ്റോ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോ ആവശ്യമില്ലെന്നായിരുന്നു വിക്രം സാരാഭായി അന്ന് നമ്മളെ പഠിപ്പിച്ചത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്ത്, ആത്മവിശ്വാസം, അതുപോലെ ലക്ഷ്യത്തിലെത്താനുള്ള അചഞ്ചലമായ ഒരു സമർപ്പണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ എത്താൻ കഴിയും. വിക്രം സാരാഭായി അന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. സൈക്കിളിൽ ഈ സാധനമൊക്കെ വെച്ച് കെട്ടി പോകുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ ISRO നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ, പക്ഷെ പറക്കാൻ വലിയൊരു ആകാശം നമുക്കുണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കവിടെ എത്താൻ കഴിയും.